നമസ്കാരം, എല്ലാവർക്കും ഹൈ റേഞ്ച് കിച്ചൺ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചെറിയൊരു സ്നാക്ക് ഐറ്റമാണ് ചെയ്യുന്നത്. അതിലേക്കായിട്ടുള്ള ഐറ്റംസ് നമുക്ക് ആദ്യം എടുക്കാം. ഒരു 1/2 കപ്പോളം മൈദ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പോളം കടലമാവ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം റെഡ് ചില്ലി പൗഡറും കുറച്ച് കളർ പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യാനായിട്ട് 1 ഗ്ലാസ്സോളം വെള്ളം എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിക്നെസ് ഫോമിലായിരിക്കണം. സോ 1 ഗ്ലാസ് വെള്ളം കറക്റ്റായിരിക്കും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ ഈ മാവ് മിക്സ് ചെയ്യുമ്പം കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം തന്നെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ തരിയായിട്ട് ബോൾസ് പോലെയൊക്കെ മാവ് ഉരുണ്ടുണ്ടാവില്ല. സോ കുറച്ച് വെള്ളം ആദ്യം ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തിക്നെസ് ആയിട്ടുള്ള ഫോമിൽ നമ്മൾ ആദ്യം മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ്സ് പോലും വേണ്ടി വരില്ല നമുക്ക് മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 2 ടൈപ്സിലുള്ള ബനാനയാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രൻ ബനാന നല്ലപോലെ പഴുത്തിട്ടുള്ളതുണ്ട്. പിന്നെ നമ്മുടെ ബജ്ജി ഇടുന്ന കായ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാണ്. സോ രണ്ടും ഒരേ തരത്തിലുള്ള സ്ലൈസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിന്നായിട്ടുള്ള പീസസാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെന്ന് വെച്ചാൽ ഒരേ ലെയറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് തിന്നായിട്ട് എടുത്തിട്ടുള്ളത്. അത് രണ്ടും ഒരേപോലെ യോജിപ്പിക്കാനായിട്ട് കുറച്ച് സ്റ്റിക്സ് യൂസ് ചെയ്യുക. എല്ലാം ഒരേപോലെ ഒന്നിനു മേളിൽ ഒന്നായിട്ട് വെച്ച് ആ സ്റ്റിക്ക് യൂസ് ചെയ്ത് ഒരേ ടൈപ്പിലേക്ക് ആക്കുക. എല്ലാം അതുപോലെ തന്നെ യോജിപ്പിച്ച് കൊടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് മൾട്ടി ടേസ്റ്റ് കിട്ടും. വെറൈറ്റി ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ സെയിം തന്നെ ബജ്ജി കഴിക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. സോ അതിനാണ് വെറൈറ്റി ആയിട്ട് ഒരു ടേസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. എല്ലാം ഇതുപോലെ റെഡിയാക്കി വെക്കുക. ഒരു ചെറിയൊരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മതി, ഇതുപോലെ ജോയിൻ ആയി കിട്ടും. അതിനുശേഷം പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലപോലെ ചൂടാകേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ചൂടിലാകുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബനാനൻ്റെ സ്ലൈസസ് ആ മാവിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കണം 2 സൈഡും. അതിനുശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ചൂടായിട്ടാണ് ഇടുന്നതെങ്കിൽ അത് കുക്കാവില്ല, ഫസ്റ്റ് തന്നെ കരിഞ്ഞു പോവും. സോ 2 സൈഡും ഡിപ്പ് ചെയ്തതിന് ശേഷം മീഡിയം ഹീറ്റായിട്ടുള്ള ആ ഓയിൽ നമ്മൾ ഓരോ ബജ്ജിയായിട്ട് ഇട്ട് കൊടുക്കണം. കളർ പൗഡർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് ചില്ലി പൗഡർ മാത്രം യൂസ് ചെയ്താലും മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. വളരെ തിന്നായിട്ടുള്ള പീസസ് ആണെങ്കിൽ നമുക്ക് 1 മിനിറ്റിൽ തന്നെ 2 സൈഡും ഒരേപോലെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കുക്ക് ചെയ്യുന്ന സമയം നമുക്ക് മീഡിയം ഹീറ്റിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ബനാന പീസസ് രണ്ടും ഡിപ്പ് ചെയ്ത് ഓരോന്നായിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്യാണ്. 1 by 1 ഇട്ട് കൊടുക്കുകയാണ്. തിരിച്ചു മറിച്ചു വിട്ട് 2 സൈഡിലും കൂടെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നും വരില്ല. കുറച്ച് ഓയിലിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ബനാനാസ് എല്ലാം ഇട്ടതിന് ശേഷം അത് നമ്മൾ തിരിച്ചിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കണം. 1 by 1 ആയിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ 1 സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്ക് എഗെയിൻ തിരിച്ച് മറിച്ചിടേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് 1 സൈഡ് കുക്കായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അനദർ സൈഡിലേക്ക് തിരിച്ചിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. നമ്മളെന്ന് വെച്ചാൽ തിന്നായിട്ടുള്ള സ്ലൈസസ് ആണല്ലോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കില്ല കുക്കാവാനായിട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി എടുക്കാവുന്നതാണ്. ആദ്യത്തെ സെക്ഷൻ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഓയിലിൽ നിന്ന് നമുക്ക് കോരി എടുത്തതിന് ശേഷം നെക്സ്റ്റ് സെക്ഷൻ 1 by 1 ആയിട്ട്
സ്ലൈസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈം എടുക്കില്ല ഫ്രൈ ചെയ്യാനായിട്ട്. പിന്നെ കുക്കാവില്ല എന്നൊരു പേടിയും വേണ്ട, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. നമ്മളൊരു ഫുൾ ബനാനാസാണ് 2 എണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ വളരെ തിന്നായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു 3-4 ടൈംസിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന അത്ര ഉണ്ടാവും. ഈ ബാറ്റർ റെഡിയാക്കുമ്പം നല്ല തിക്കായിട്ട് തന്നെ റെഡിയാക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അതിൽ നന്നായിട്ട് ഫോൾഡായി കിട്ടില്ല. സോ കുറച്ച് തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ പിടിച്ച് കിട്ടുള്ളൂ. ഇട്ട് 1 മിനിറ്റിൽ തന്നെ നമുക്ക് 1 സൈഡ് കുക്കായി കിട്ടും. സോ അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിനൊരു വ്യത്യസ്തമായ ടേസ്റ്റും കിട്ടും, നമുക്ക് മൾട്ടി ടേസ്റ്റാണ് വരുന്നത്. ഇപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് ഒരേ ടൈപ്പിലുള്ള ബജ്ജി തന്നെയല്ലേ കഴിക്കുന്നത്. സോ ഇതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയത്. വളരെ നന്നായിട്ടുണ്ട്. സോ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ ഓനിയൻ ചേർക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. സോസ് വെച്ചിട്ടും കഴിക്കാൻ പറ്റുന്നതാണ്. ചൂടോടെ ആണെങ്കിൽ വെറുതെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. താങ്ക് യു.